എല്ലാവർക്കും നമസ്കാരം. മുട്ടയും പഴവും ചേർത്ത് തയ്യാറാക്കാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് നന്നായി പഴുത്ത് നല്ല മധുരമുള്ള 2 വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 3 വരെ എടുക്കാം. ഈ പഴം നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞെടുത്ത് ഈ പഴം നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു കടായിയോ അല്ലെങ്കിൽ ചൂടുകട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്ത ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴത്തിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പഴം ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഈ പഴമെല്ലാം നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പഴമെല്ലാം നന്നായി ഫ്രൈ ആയി കളറെല്ലാം ഒന്ന് മാറിക്കിട്ടും വരെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ നമ്മുടെ പഴമെല്ലാം നന്നായിട്ട് സോഫ്റ്റായി കളറെല്ലാം ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ കടായിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് 1/2 കപ്പ് സേമിയ ഇട്ടൊന്ന് വറുത്തെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ളത് വറുത്ത സേമിയാണെങ്കിൽ ഇതുപോലെ വീണ്ടും വറുക്കണമെന്നില്ല. ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് സേമിയയുടെ കളറെല്ലാം ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടും വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. സേമിയയുടെ കളറെല്ലാം ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പാലും ഒപ്പം തന്നെ സേമിയ വെന്തതിന് ശേഷം പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാതിരിക്കാനായിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ സേമിയ ഒന്ന് സോഫ്റ്റായി വെന്ത് കിട്ടാനായി 4-5 മിനിറ്റ് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 4 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ സേമിയ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഇതുപോലെ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മുടെ പലഹാരത്തിന് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. കൂടുതൽ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഒരു ടേസ്റ്റ് ബാലൻസിനായിട്ട് 1 നുള്ളു ഉപ്പും കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാരയെല്ലാം നന്നായിട്ടൊന്ന് അലിഞ്ഞു കിട്ടും വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പഴം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഇതുപോലെ കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് ഈ മിക്സ് കിട്ടേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ സ്നാക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഈ പലഹാരം വേവിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് കടായി സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം അടി പിടിക്കാതിരിക്കാനായിട്ട് ഇതിലേക്ക് ഇതുപോലെ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഈ ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പഴമെല്ലാം മുകളിൽ പൊങ്ങി നിൽക്കാത്ത വിധത്തിൽ എല്ലാം നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. നല്ലൊരു ഭംഗിക്കായിട്ട് വേണമെങ്കിൽ ഇതുപോലെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നോൺ സ്റ്റിക്ക് കടായി ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്കൊരു കുക്കർ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ വട്ടയപ്പം പോലെ ആവിയിൽ നമുക്കത് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ 20 മുതൽ 30 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ മൂടി വെക്കുന്ന ലിഡിന് ഹോൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ച് അതൊന്ന് അടച്ചിട്ട് വേണം മൂടി വെക്കാനായിട്ട്. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പലഹാരം പാകത്തിനൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഒട്ടും പൊടിഞ്ഞു പോകാത്ത വിധത്തിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് ഈ കടായിയുടെ മുകളിൽ വെച്ച് ഇതുപോലെ ഒന്ന് തിരിച്ച് ഇത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഒന്ന് കമഴ്ത്തിയിട്ട് കൊടുക്കാം. ഒന്ന് തണുത്തതിന് ശേഷം ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് സെർവ് ചെയ്യാം. മുട്ടയും പഴവും ചേർത്ത് തയ്യാറാക്കിയ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരത്തിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാനും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.